കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂര തകർന്നു വീണു. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ മേൽക്കൂരയാണ് തകർന്നു വീണത്. റിയാസ് കെമാറുണ്ട വിവരങ്ങളുമായി. റിയാസ്, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളടക്കം മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു. പ്രധാനപ്പെട്ടത് നിലവിലെ സാഹചര്യം വിശദീകരിക്കുമെന്ന് പൊതുജനങ്ങൾക്കായുള്ള ഒരു അറിയിപ്പ് എന്ന രീതിയിൽ നൽകാനുള്ളത്, ഏറ്റവും അടിയന്തരമായി നൽകാനുള്ളത് ചില ട്രെയിനുകളുടെ സമയത്തിലുള്ള മാറ്റമാണ്. ചില ട്രെയിനുകളുടെ സമയം മാറ്റിയിരിക്കുന്നു. ബാംഗ്ലൂർ കാലിക്കറ്റ്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് വരുന്ന യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹില്ലിൽ യാത്ര അവസാനിപ്പിക്കും. പിന്നീട് സാധാരണ വൈകിട്ട് 3:30 അത് തിരിച്ചു പുറപ്പെടാറുള്ളത്. ഈ വെസ്റ്റ് ഹില്ലിൽ നിന്ന് തന്നെയായിരിക്കും ഈ ട്രെയിൻ പുറപ്പെടുക. നിലവിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള യാത്രക്കാർക്ക് വേണ്ടി കല്ലായി, വെസ്റ്റ് ഹിൽ എന്നീ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പ്രത്യേക ബസ്സുകളും റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ബസ്സുകൾ പുറപ്പെടുക. ഈ ജനശതാബ്ദി ഉച്ചയ്ക്ക് 1:50 പുറപ്പെടും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അത് കല്ലായിൽ നിന്നാണ് പുറപ്പെടുക. പ്രായം കൂടുതൽ യാത്രക്കാരുള്ള ഒരു ഇടമാണ് ഈ ട്രെയിനാണ് ജനശതാബ്ദി എന്ന് പറയുന്നത്. അങ്ങനെ ചില ട്രെയിനുകളുടെ ക്രമീകരണങ്ങളിൽ ചില ട്രെയിനുകൾ ക്രമീകരണങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ക്ലോക്ക് ടവർ, തകർന്ന ക്ലോക്ക് ടവറിന്റെ മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഇവിടെ പുരോഗമിക്കുകയാണ്. മാത്രമല്ല MLA-മാർ അടക്കമുള്ളവർ ഇവിടെ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം MLA അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ഒപ്പം തന്നെ കോഴിക്കോട് നോർത്ത് MLA ആയിട്ടുള്ള ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്. 2 JCB-കൾ ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇത് മാറ്റാനുള്ള പ്രവൃത്തികളൊക്കെ നടത്തി വരുന്നത്. അതിന്റെ മേൽക്കൂര ട്രെയിനിന് മുകളിലേക്ക്, ഈ നിർത്തിയ ട്രെയിൻ എന്ന് പറയുന്നത് കോഴിക്കോട് കണ്ണൂർ പാസഞ്ചറാണ്. ആ പാസഞ്ചറിന് മുകളിലേക്ക് പതിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം കൂടി ഇവരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഈ അവശിഷ്ടങ്ങൾ മാറ്റി മുഴുവനായിട്ട് മാറ്റാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. പൂർണ്ണമായും വൈദ്യുതി ഉൾപ്പെടെയുള്ളവ വിച്ഛേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പ്രവർത്തനം നടത്തുന്നത്. നേരത്തെ ഇവിടേക്ക് JCB എത്തിക്കാനും വലിയൊരു ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നു. റെയിൽവേ ട്രാക്കിലൂടെ JCB എത്തിച്ച പിന്നീട് ഈ രണ്ടാമത്തെ പ്രധാനമായിട്ടും വരുന്നത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മറ്റ് തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊണ്ട്, CCTV അടക്കമുള്ള തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് വൈദ്യുതി എല്ലാം തന്നെ വിച്ഛേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ഒരു പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. ഇവിടെ ഇത് നീക്കം ചെയ്യാനുള്ള സജീവമായിട്ടുള്ള നീക്കമാണ്. അതിനിടെ ഇവിടെ സന്ദർശിച്ച MLA-മാർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്ത് MLA KJ എന്ന് പറഞ്ഞത് 2 ഭാഗത്തും ഫൈലിംഗ് നടക്കുന്നുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തികൾ കുറെ വർഷമായി തന്നെ നടന്നു വരികയാണ്. കുറെ വർഷമല്ല, ഏതാനും വർഷങ്ങളായി നടന്നു വരികയാണ്, കുറെ നാളുകളായി നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ ഫൈലിംഗ് ആണ് 2 ഭാഗത്തു നിന്നും. അതായത് റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് ശക്തമായ ഫൈലിംഗ് ആണ്. അതിനെ തുടർന്നാണ് ഈ അപകടം സംഭവിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ബലക്ഷയം, അത് കാരണം ബലക്ഷയം ഉണ്ടായി, ഇളക്കം സംഭവിച്ചു. ഈ പഴയ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചതോടുകൂടി അങ്ങനെയാണ് ഈ ക്ലോക്ക് ടവർ അടക്കം തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അധികൃതരോട് സംസാരിച്ചപ്പോൾ ഇന്നലെ ഇത് പരിശോധിച്ചിരുന്നു. ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തി അത് പൊളിക്കാൻ ഇരുന്നതാണ് എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇന്ന് രാവിലെ പൊളിക്കാനിരുന്ന സ്ഥലത്തെ എങ്ങനെയാണ് ഇന്ന് രാവിലെ ട്രെയിൻ കൊണ്ട് നിർത്തിയിട്ടത് എന്നത് സംശയകരമാണ് എന്നുകൂടി ജയന്തമൽ ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. വലിയൊരു പ്രൊജക്ട് എഴുതിയിരിക്കുന്നതിന്റെ ദുരന്ത ഫലമാണിത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയിൽ അലംഭാവമുണ്ടായി. ഫൈലിംഗിന് മുൻപേ തന്നെ പഴയ കെട്ടിടങ്ങൾ നവീകരിക്കണമായിരുന്നു. എന്നാൽ ഇവിടെ അതുണ്ടായില്ല എന്നുകൂടി ജയന്ത് ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഫൈസൽ ബാബു പറഞ്ഞത് രാവിലെ പൊളിച്ചു മാറ്റാൻ നിന്നയിടത്ത് ഇങ്ങനെ ട്രെയിൻ നിർത്തിയിട്ടു എന്നൊരു ചോദ്യം അദ്ദേഹവും ഉന്നയിക്കുകയാണ്. നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. അത് വേഗത്തിലാക്കിയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തിയുടെ കരാറുകാരനെ മാറ്റണം, ഭാവം കാണിച്ച റെയിൽവേ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി സ്ഥലം MLA-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനു മുൻപ് മുന്നോടിയായി ബേപ്പൂർ MP മുഹമ്മദ് റിയാസ് ഈ ഒരു സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് അപകടം ഗൗരവകരമാണ്. ക്ഷമിക്കണം, അദ്ദേഹം പറഞ്ഞത് അപകടം ഗൗരവകരമാണ്. പഴയ കെട്ടിടങ്ങളുടെ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണം. ട്രെയിൻ സമയം ആവാത്ത ഒരു സമയത്താണ് ഈ അപകടം നടന്നത് എന്നുള്ളത് കൊണ്ട് ഭാഗ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾക്കാർക്കും അപായം സംഭവിക്കാതിരുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിലും സുരക്ഷാ ഓഡിറ്റിംഗ് വേണമെന്ന ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ട്രെയിനുകളുടെ സമയമെല്ലാം തന്നെ പൂർണ്ണമായും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള യാത്രക്കാർക്ക് മറ്റ് ഇടങ്ങളിലേക്ക്, അതായത് തെക്കൻ ജില്ലകളിലേക്കുള്ള ഈ തെക്കൻ ജില്ലകളിലേക്ക് ട്രെയിനിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാന
പ്രധാനമായിട്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് കല്ലായിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെസ്റ്റ് ഹില്ലിലേക്കും ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.